കല്ലെടുക്കും. അന്നൊക്കെ പറമ്പിൽ നിറയെ മാവുകളാണ്. മാവിൽ നിറയെ മാങ്ങ, പഞ്ചാര മാങ്ങ, ചക്കര മാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, മൂവാണ്ടൻ മാങ്ങ. ഈ പഴുത്ത മാങ്ങയ്ക്ക് ഒരു നല്ല മണം ഉണ്ടറിയാം. അന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നിടത്താ കാറ്റ്. ഞങ്ങൾ പിള്ളേർ മാറി എന്ന് വിളിച്ചു പറയും, കാറ്റേവാ കാറ്റേവാ ഒരു മാമ്പഴം ഇട്ടേച്ച് പോകാമോ എന്ന്. ആ നിമിഷം കാറ്റ് വരും, മാവിന്റെ ശിഖരങ്ങൾ ഉലയ്ക്കും. അല്ല, എന്താ ഓമനക്കുട്ടൻ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഒളിച്ചുകൾ എവിടെ കൊണ്ട് ഞാൻ എത്തിക്കുമെന്നാണ്. ഒളിച്ചുകളിയോ? ആ, എന്നോടൊപ്പം താമസിക്കുന്നു, എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറയുന്നു. പക്ഷേ ആരാണെന്ന് എന്നോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് സാരമില്ല, പറയേണ്ട സമയം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. തൽക്കാലം ഓമനക്കുട്ടനും കവിതയും തമ്മിലുള്ള വിവാഹം നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനു മുമ്പ് എല്ലാം ഒന്ന് കലങ്ങി തെളിയണം. ആ മഹിളാ സമാജം ഉണ്ടല്ലോ, ശരിക്കൊന്ന് കലങ്ങിയിട്ടുണ്ട്. അവർക്കെന്നെ ഇപ്പൊ കിട്ടിയാൽ കൊത്തിയെരിഞ്ഞുപ്പിലിടാനുള്ള ദേഷ്യമുണ്ട്. വാ തുറന്ന തറുതലിയെ പറയൂ. പേര് ചോദിച്ചപ്പോ പറഞ്ഞു അനാഥനെന്ന്. അങ്ങനെ ഒരു പേരുണ്ടോ നാത്തൂന്? അല്ല, പേരിന്റെ കാര്യം അതിപ്പോ എന്ത് പേര് വേണമെങ്കിലും ആവാം. പരിഷ്കാരവും മൂത്ത് ആണും പെണ്ണും കെട്ട പേരുകളാണല്ലോ ഇപ്പൊ എല്ലാം. പക്ഷെ സുരേഷ് മരിച്ച കാര്യമൊക്കെ കൃത്യമായിട്ട് പറയാന്ന് വെച്ചാ ഓമനക്കുട്ടൻ പറഞ്ഞിട്ടാണെങ്കിലോ? ഇല്ല നാത്തൂനെ, ഞാൻ ഓമനക്കുട്ടനോട് ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാതെ ഓമനക്കുട്ടൻ അറിയാനും പോകുന്നില്ല. ഓമനക്കുട്ടനോട് എന്ത് ചോദിച്ചാലും ഉത്തരം അനാഥനെ പറയൂ. ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആണ് പോലും. പക്ഷെ സുരേഷിന്റെ കാര്യം പറഞ്ഞത് മുതൽ എനിക്കാകെ ഒരു പരിഭ്രമം. ഇയാൾ ആരാണെന്നാ? ഞാനൊരു അഭിപ്രായം പറയാം. മഹേശ്വരി ഭാവവ്യത്യാസം ഒന്നും കാണിക്കാതെ പഴയതുപോലെ അങ്ങ് പെരുമാറുക. പണ്ടത്തെ പോലെ ചോറ് കൊടുത്തയക്കുക, കുശലങ്ങൾ അന്വേഷിക്കുക. പക്ഷെ ഈ അനാഥനെ ഓർത്ത് മഹേശ്വരി ഒഴിഞ്ഞു നിൽക്കുന്നത് തീരെ ബുദ്ധിയല്ല. മാത്രമല്ല, ഓമനക്കുട്ടന്റെ ശരിയായ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണമല്ലോ. പാപ്പാ, ഇവിടെ കൊയലപ്പുണ്ടോ? ഇവിടുത്തെ കൊയലപ്പത്തെ പറ്റി ഇങ്ങക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. ഇങ്ങടെ നാടേതാ? ഊട്ടി. അല്ല, ഊട്ടിയിൽ വരെ നമ്മൾ കൊയലപ്പത്തെ പറ്റി കേട്ടിരിക്കണല്ല. അതിരിക്കട്ടെ, ഒരു കൊയലപ്പം തന്നെ ഇപ്പൊ എന്താ വഴി? ഇല്ല പിള്ളേ, കൊയലപ്പം ഉണ്ടാക്കാൻ നമ്മൾ മറന്നുപോയി. നമ്മളെ ബീബി ആയിരുന്നു അതിൻ്റെ ഒക്കെ ആള്. ഓള് മയ്യത്തുമായി ഐഷ മോളെ നമ്മൾ കെട്ടിച്ചു വിടുകയും ചെയ്തു. കൊയലപ്പവും പോയി. ഇപ്പൊ പിന്നെ ആരിക്ക് വേണം കൊയലപ്പം? എല്ലാവർക്കും പ്രൈ മതിയല്ല. ആട് പ്രൈ, മാട് പ്രൈ, കോഴി പ്രൈ. കോഴീനറുത്ത് കറി വെച്ച് കോഴി അല്ലാണ്ടാക്കി കൊടുക്കണം. അതാണിപ്പോ എല്ലാവർക്കും വലിയ ഇഷ്ടം. ആ മനു സാറേ, ഞമ്മള് കുറെ നാളായിട്ട് പറയണമെന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ കടയുടെ പുറയില് ഞമ്മളെ ഉടപ്പുറന്നുള്ള 2 മുറിയുള്ള ഒരു പെരയുണ്ട്. ഓളെ കെട്ടിയനാണെങ്കിൽ മയ്യത്തായി. ബാങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ കഴിയാനുള്ള വകയാവുമല്ലോ. ഞാൻ ശ്രമിക്കാം. ആ വേണ്ട വേണ്ട, അതുപടി ഇരിക്കട്ടെ. നമ്മള് കണക്കിൽ എഴുതിക്കൊള്ളാന്ന്. പോകാം. അല്ല, ഇത് പടം പിടിക്കണ പെട്ടിയാണല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ ഈ കടയുടെ മുന്നിൽ നിന്ന് തരാം. നിങ്ങൾ പടം കൊടുത്തോളി, പെരുത്ത് ഉഷാറായിട്ടുണ്ടാവും. അത് ഞങ്ങളൊരു ദിവസം കുറച്ചുകൂടെ വെട്ടമുള്ള നേരത്ത് വരാം, പകല്. അപ്പൊ എടുക്കാം. അല്ല, നമ്മുടെ ജോയ് സാറില്ല ഇവിടെ? ആ, സാറ് കുറച്ച് ദിവസം ലീവിലാ. പിന്നെ നമ്മുടെ ഓമനക്കുട്ട സാറിന്റെ അടുത്ത് ആ തൊപ്പി വെച്ചിരിക്കുന്ന ആളെ ഏതാ? അത് സാറിന് ഏതോ വേണ്ടപ്പെട്ട ആളാ. അങ്ങനെ എന്തിനാ എപ്പോഴും കയറി ഇവിടെ കുത്തിയിരിക്കുന്നത്? അങ്ങനെ ബാങ്ക് ഇരിക്കാൻ സമ്മതിക്കോ? ആർക്കറിയാം. ഓഹോ, താങ്ക് യു. ഹലോ, നിൽക്കണം. തന്റെ പേര് പറഞ്ഞില്ലല്ലോ? ചാക്കോ. റൈറ്റ്. എങ്ങനെയുണ്ട് ചാപ്പാട്? കൊള്ളാമോ? ആ, അല്ല, കൊച്ചമ്മ ചോദിക്കണമെന്ന് പറഞ്ഞു. എന്നോടോ ഓമനക്കുട്ടനോടോ? രണ്ടുപേരുടെ അഭിപ്രായം ചോദിക്കണമെന്ന് കൊച്ചമ്മ പറഞ്ഞു. ചാക്കോ, ഇവിടെയുള്ള ബാക്കി ബാങ്കിലേക്കെല്ലാം നമ്മുടെ കൊച്ചമ്മ തന്നെയാണോ ആഹാരം സപ്ലൈ ചെയ്യുന്നത്? അങ്ങനെയല്ല, കൊച്ചമ്മ പറഞ്ഞാൽ ഞാൻ കൊണ്ടുകൊടുക്കും. അത് ശരി. ഊണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
ഓ ഇത്ര നല്ലൊരു ഭക്ഷണം ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഊണിന് ഞാൻ ഒരു 7 രൂപ വിലയിടുന്നുണ്ട്. ഓ പിന്നെ പപ്പടം ഉണ്ടായിരുന്നല്ലോ. എത്ര പപ്പടമായിരുന്നു? 2 പപ്പടം. 2 പപ്പടം. അപ്പൊ അതിനൊരു 50 പൈസ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ 7 രൂപ 50 പൈസ. ബാക്കിയുള്ള 2.5 രൂപ. ആ അയ്യോ സാർ, ഇത് കാശിനുള്ളതല്ല. ചുമ്മാ തിരി ചാക്കോ, എനിക്കിതിന്റെ പരിപാടിയൊക്കെ അറിയില്ലേ. ചില ആൾക്കാര് ഹോട്ടൽ എന്നുള്ള ബോർഡ് വെച്ച് കാശുണ്ടാക്കും. കൂടുതൽ പ്രയോജനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വീട്ടിൽ ചാപ്പാടുണ്ടാക്കി അങ്ങോട്ട് കൊടുത്തയക്കും. അയ്യോ, കൊച്ചമ്മയ്ക്ക് ചോറ് ബിസിനസ് ഇല്ല. പക്ഷെ ഇതിൽ കുറച്ച് ബിസിനസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ബിസിനസ് ചോറാണ്, റൈറ്റ്? സ്വല്പം കാശൊക്കെ കയ്യിൽ നിന്ന് മുടക്കി ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെയൊക്കെ ദേഹത്ത് പിടിക്കത്തുള്ളൂ. ആ പിന്നെ നാളെ മുതൽ നമുക്ക് ഈ ലിസ്റ്റൊക്കെ ഒന്ന് മാറ്റണം. ചുമ്മാ ഈ വെണ്ടയ്ക്കയും വഴുതനയൊക്കെ എത്ര ആൾ കഴിക്കാൻ പറ്റും? ആട്ടിറച്ചിയോ കോഴിയിറച്ചിയോ മാട്ടിറച്ചിയായാലും കുഴപ്പമില്ല. അവൻ കഴിച്ചില്ലെങ്കിലും ഞാൻ കഴിച്ചോളാം. ഞാൻ സ്വല്പം കഴിച്ച് ശീലിച്ച കൂട്ടത്തില് ആ വിവരം കൊച്ചമ്മയോടൊന്ന് പറയുകയും വേണം, റൈറ്റ്? ഓ നിനക്ക് നാളല്ലടാ കാശ് വാങ്ങിക്കാൻ. അയാൾ തന്നെ തന്നെ നീ വാങ്ങിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ കാശ് വാങ്ങിച്ചതല്ല, എന്നെ അടിച്ചേൽപ്പിച്ചതാ. ഇവനാരായി തോന്നിയാസം കാണിക്കാൻ? എന്താ അവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ചോദിക്കാനും പറയാനും അല്ലേ മെമ്പറെ ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിർത്തറ, നീ അകത്ത് പോ. എന്നാലും എന്റെ മെമ്പറെ, നമുക്കിത് വലിയ ക്ഷീണമായി പോയല്ലോ. മെമ്പറി കേട്ടത് മനസ്സിൽ വെച്ചോണ്ടാ മതി, ആരോടും പറയരുത്. ഏതായാലും ഇനി ഞാൻ ചോറ് കൊടുത്തയക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ല മഹേശ്വരിയമ്മേ. നമ്മൾ ആരും അറിയാതെ ഈ നാട്ടിൽ വന്ന് താമസിക്കുന്ന ഇവനെ ഒന്ന് മനസ്സിലാക്കണ്ടേ? ഓമനക്കുട്ടനെ കണ്ടെന്ന് ചോദിക്കാന്ന് വെച്ചാ ഇയാള് വാലത്തൊക്കെ നടക്കല്ലേ, പോലീസ് കാവല് പോലെ. ഞാനൊരു കാര്യം ചെയ്യാം. പ്രസിഡന്റിനെ കൊണ്ട് ഓമനക്കുട്ടനെ അങ്ങോട്ട് വിളിപ്പിക്കാം. അപ്പൊ വിവരങ്ങൾ അറിയുകയും ചെയ്യാമല്ലോ. ഓമനക്കുട്ടനില്ലേ ഇവിടെ? ബാങ്ക് മാനേജർ ഉണ്ടോന്ന്? മനസ്സിലായില്ല. ഞാൻ ഭാർഗവമുള്ള. എനിക്ക് മനസ്സിലായില്ല. ഈ ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇതാണെന്ന് മനസ്സിലാക്കി വന്ന ഒരാൾ. ഹലോ, നിൽക്കണം. എവിടെ പോകുന്നു? എനിക്ക് കാണുന്നത് നിങ്ങളെയല്ല, ഓമനക്കുട്ടനെ. ഇപ്പോൾ സാധ്യമല്ല. ഞാൻ പ്രസിഡന്റ് പറഞ്ഞിട്ട് വന്നതാ. പ്രസിഡന്റിനും സാധാരണക്കാരനും ഒക്കെ നിയമം ഒന്നല്ലേ? പ്രസിഡന്റ് ഓമനക്കുട്ടനെ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ടുപോകാമെന്നാ. അത്യാവശ്യം പ്രസിഡന്റിനാണെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കാണണം. ഇവിടെ പ്രസിഡന്റ് ആരെ അങ്ങോട്ട് പോയി കാണാറില്ല, പ്രസിഡന്റിനെ ചെന്ന് കാണാറേ ഉള്ളൂ. തൽക്കാലം നമുക്ക് ഈ ഭരണഘടന ഒന്ന് മാറ്റി എഴുതാം. താൻ ആരാവോ ഇതൊക്കെ പറയാൻ? ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഭാർഗവൻ പിള്ളയെ അങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്തു കേട്ടോ. പക്ഷേ ഇതല്പം കടന്നുപോയെന്നൊരു സംശയം. ഭാർഗവൻ പിള്ള ഈ നാട്ടിലെ സ്വാധീനമുള്ളൊരു പഞ്ചായത്ത് മെമ്പറാണ്. അയാൾ വന്നത് പ്രസിഡന്റ് പറഞ്ഞയച്ചിട്ടുമാണ്. ഇവിടെ പ്രസിഡന്റ് എന്ന് വെച്ചാൽ ദൈവത്തെ പോലെയാണ്. ഞാനൊരു ബാങ്ക് മാനേജറായിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയാൽ വിളിക്കാൻ തേച്ചതൊക്കെ പാണ്ടാകുമെന്നാണ് എന്റെ പേടി ഇപ്പോ. ഓഹോ, ഞാൻ പറഞ്ഞതിന് സ്വല്പം കടുപ്പം കൂടിപ്പോയല്ലേ? ഓമനക്കുട്ടൻ പറഞ്ഞ നേരാ. നാട്ടിലെ പ്രധാനപ്പെട്ട ദിവന്മാര് അത്ര പെട്ടെന്ന് പിണക്കാനും പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഓമനക്കുട്ടന് വേണ്ടി ഞാൻ പോയി പ്രസിഡന്റിനെ കാണാം, റൈറ്റ്? ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് വീടല്ലേ? ആ അതെ. അദ്ദേഹം ഉണ്ടോ? നിങ്ങളാരാ? നിങ്ങൾ ആരാന്ന്? ആരാച്ചാര്? ആ അത് പറ, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്തായി? പപ്പ ഉറങ്ങാണല്ലോ. എപ്പോ ഉണരും? അതെങ്ങനെ പറയാൻ പറ്റാ? ഉറങ്ങുന്ന ആൾ എപ്പോ ഉണരുമെന്ന് ഉണർത്താൻ പറ്റില്ലേ? ഉണർത്താൻ പറ്റില്ല. ഒരു രക്ഷയില്ല.
പപ്പ ഉറങ്ങുമ്പോ ആരും ഉണർത്താറില്ല. ഓക്കെ, ഞാൻ പിന്നൊന്നുണ്ടല്ലോ. അല്ല, ആരാന്ന് പറഞ്ഞ ഉണരുമ്പോ പറയാം. അല്ല, എന്നോട് 3-4 തവണ പേര് ചോദിച്ചു, എനിക്ക് കൊച്ചിനെ മനസ്സിലായില്ല. ഈനാം വെച്ചി. ആ, കൊള്ളാം, നല്ല ചർച്ച. വരട്ടെ. എടോ, ആ കുറ്റി അങ്ങിട്ടെ. എന്താ? ഇങ്ങോട്ട് വാടി പെണ്ണെ.